ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 38 റിവ്യൂ. മുള്ളൻ കൊല്ലി എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ഇന്ന് ഹൗസിൽ അഖിൽ മാരാറും സെറീനയും അഭിഷേകും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒന്നുമല്ലാത്ത തന്നെ ഇത്രയും ആളാക്കിയത് ബിഗ് ബോസ് ആണെന്ന് അഖിൽ മാരാർ. വന്നപ്പോൾ തന്നെ ഒരു ടാസ്ക് ലെറ്റർ വായിക്കാൻ അഖിൽ മാരാറെ ബിഗ് ബോസ് ഏൽപ്പിച്ചു. നൂതില ചെരുപ്പ് ഫാക്ടറി. ആ ചെരുപ്പ് ഫാക്ടറിയുടെ കർക്കശക്കാരിയായ ഓണറായിട്ടാണ് നൂറ. നൂറയുടെ അസിസ്റ്റന്റാണ് ജിഷിനാണ് നൂറയും തൊഴിലാളികളും തമ്മിലുള്ള ലിങ്ക്. അക്ബറാണ് അവിടുത്തെ യൂണിയൻ ലീഡർ. തൊഴിലാളികൾ പ്രശ്നമുണ്ടാക്കാതെ നോക്കുകയും പണി ആർക്കൊക്കെ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നതും കോർഡിനേഷൻ നടത്തുന്നതൊക്കെ അക്ബറാണ്. ഷാനവാസ്, ഒണിയൻ, മസ്താനി, ബിന്നി, അഭിലാഷ്, ലക്ഷ്മി, ആദില എന്നിവരാണ് പണിക്കാർ. ബിഗ് ബോസ് നൂറയെ കൺവെൻഷൻ റൂമിൽ വിളിച്ചു വരുത്തിയിട്ട് നിശ്ചിത സമയത്തിനുള്ളിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ചെരുപ്പുകൾ ഓർഡറിനനുസരിച്ച് ചെയ്തു കൊടുക്കണം. 3 ഘട്ടങ്ങളായി നടത്തുന്ന ഈ ടാസ്കിൽ 2 ഘട്ടങ്ങളിലെങ്കിലും കറക്റ്റ് സമയത്തിനുള്ളിൽ ചെയ്തു കൊടുക്കണം. ചെയ്തു കൊടുത്തില്ലെങ്കിൽ നൂറയുടെ സൂപ്പർ പവറുകളെ അത് ബാധിക്കും. കർക്കശക്കാരിയായ മുതലാളിയാകണമെന്നും ബിഗ് ബോസ്. തന്റെ സൂപ്പർ പവറുകളെ ബാധിക്കുമെന്ന് ആരോടും പറയാൻ പറ്റില്ലല്ലോ നൂറയ്ക്ക്. പറഞ്ഞു കഴിഞ്ഞാൽ അവർ പണിയിൽ ഉഴപ്പുമല്ലോ. പക്ഷേ ഈ ടാസ്ക് ശരിക്കും പറഞ്ഞ നൂറ കുളമാക്കി. നന്നായിട്ട് എന്റർടൈൻമെന്റ് നൽകാവുന്ന ഒരു ടാസ്ക് ആയിരുന്നു. പക്ഷെ ഇന്ന് എപ്പിസോഡും ലൈവൊക്കെ ഭയങ്കര ശോകമായിരുന്നു. സമയത്തിനുള്ളിൽ തീർക്കാൻ വേണ്ടി മാത്രം ശ്രമിച്ചു എന്ന് മാത്രം. ഇത് അനീഷോ, നെവീനോ, അനുമോളോ ഒക്കെ ആയിരുന്നെങ്കിൽ കളി മാറിയേനെ. നന്നായി പണിയെടുക്കുന്നവർക്ക് കൊടുക്കാനായി ഗോൾഡ് കോയിനും കൂടാതെ ബ്ലാക്ക് കോയിനും ഉണ്ടായിരുന്നു. ഗോൾഡ് കോയിന് പിന്നീട് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ കിട്ടും. ബ്ലാക്ക് കോയിൻ കൂടുതൽ കിട്ടിയാൽ നേരിട്ട് നോമിനേഷൻ വരെ വരാൻ ചാൻസ് ഉണ്ട്. നൂറയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം. നേരത്തെ സൂപ്പർ പവറുകൾ അഭിലാഷിനൊന്നും കൊടുക്കാത്തതിന് മസ്താനിക്കൊക്കെ സംശയമുണ്ട്. പണിയെടുത്താലും നൂറ കോയിൻ തരുമോ എന്ന്. അനുമോൾ പറയുന്നുണ്ട് തന്നില്ലെങ്കിൽ ചോദിച്ചു വാങ്ങിക്കണമെന്ന്. ഫസ്റ്റ് ഓർഡറുകൾ കിട്ടിയത് 50 ജോഡി ചെരുപ്പുകൾ നിർമ്മിച്ച് നൽകണമെന്നാണ്. എത്രയും പെട്ടെന്ന് ടാസ്ക് പൂർത്തീകരിക്കാൻ വേണ്ടി എല്ലാവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ ശ്രമിക്കുന്ന നൂറ. സഹായത്തിന് ജിഷിനും അക്ബറും. ജോലി അന്വേഷിച്ചു വരുന്നവരായിട്ട് അനുമോളും അനീഷും പ്രവീണും രന ഫാത്തിമയൊക്കെ. തന്നോട് ആരും സംസാരിക്കണ്ട എന്ന് നൂറ. അസിസ്റ്റന്റ് ആയ ജിഷിനോട് സംസാരിച്ചാൽ മതിയെന്ന് നൂറ. എല്ലാവർക്കും യൂണിഫോം നൽകിയപ്പോൾ നൂറ ഷാനവാസിനോട് കൈ മുറിഞ്ഞിരുന്നാലും കുഴപ്പമില്ല, ഒരു ഔദാര്യവും എന്നിൽ നിന്ന് കിട്ടിയില്ലെന്ന് ഷാനവാസ് പറഞ്ഞു. ഒരു ഔദാര്യവും വേണ്ട, ചെയ്തതിന് കൂലി മാത്രം എനിക്ക് കിട്ടിയാൽ മതിയെന്ന്. ഉണിയലിന്റെ നല്ല പെരുമാറ്റത്തെക്കുറിച്ച് നൂറ അഭിനന്ദിക്കുന്നു. സല്യൂട്ടൊക്കെ അടിച്ചാണ് ഉണിയൽ യൂണിഫോം വാങ്ങിയത്. ആ ടാസ്കിൽ കുറച്ചെങ്കിലും എന്റർടൈൻമെന്റ് നൽകിയത് അക്ബറും ജിഷിനുമാണ്. അവർ പണിയെടുപ്പിക്കുകയും അവരുടെ റോളുകൾ ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്തു. യൂണിയൻകാർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന രീതിയിൽ ജിഷിനും പരസ്പരം പോരടിക്കുകയും ഒക്കെ ചെയ്തു. നൂറയ്ക്ക് എങ്ങനെയെങ്കിലും പണിയെടുത്ത് പെട്ടെന്ന് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം, അല്ലാതെ വേറെ ലക്ഷ്യമൊന്നുമില്ലായിരുന്നു. ഒരു എന്റർടൈൻമെന്റും ഇല്ലായിരുന്നു. എന്തെങ്കിലും രസകരമാക്കി അവതരിപ്പിക്കുക ഒന്നും നൂറ ചെയ്തില്ല. പണിക്കാരാകട്ടെ കട്ടപ്പണിയും. 50 ജോഡി ചെരുപ്പുകൾ അവരുണ്ടാക്കി. എന്തെങ്കിലുമൊക്കെ വേറെ ആക്ടിവിറ്റികൾ ചെയ്യണമായിരുന്നു. സമരം ഉണ്ടാക്കുകയോ പണിയെടുക്കാതിരിക്കുകയോ എന്തെങ്കിലുമൊക്കെ നമ്പറുകൾ ചെയ്യണമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ പ്രേക്ഷകർക്ക് എന്റർടൈൻമെന്റ് ആയേനെ. നൂറയ്ക്ക് 7ന്റെ പണി കിട്ടിയേനെ. സൂപ്പർ പവറുകളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമായേനെ. ഒന്നാമത്തെ ഘട്ടത്തിൽ 50 ജോഡി ചെരുപ്പുകൾ പൂർത്തീകരിച്ചത് കൊണ്ട് നൂറയ്ക്ക് ഒരു മേൽക്കോയ്മ ഉണ്ടാക്കാൻ സാധിച്ചു. ഗോൾഡ് കോയിനൊക്കെ കൊടുക്കാൻ നൂറയ്ക്ക് വലിയ മടിയായിരുന്നു. ബിന്നിക്ക് ആദ്യമേ ഒരു കോയിൻ കൊടുത്തു. അഭിലാഷിനും മസ്താനിക്കും കൊടുത്തു. അവരെല്ലാം നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ടായിരുന്നു. ഒണിയലിനും ഷാനവാസിനും കൊടുക്കാൻ ആദ്യം കുറെ മടിച്ചു. പിന്നെ അക്ബറൊക്കെ പറഞ്ഞപ്പോഴാണ് പിന്നെ കൊടുത്തത്. ആദിലയ്ക്കും ലക്ഷ്മിക്കും ഒക്കെ മനസ്സോടെയാണ് പിന്നെ കൊടുത്തത്. ജിഷിനും അക്ബറിനും ഒരു കോയിനും കൊടുക്കില്ലെന്ന് നൂറ. അക്ബർ തനിക്ക് റെസ്പെക്ട് തന്നില്ല, പിന്നെ പണിയിൽ കാലതാമസം ഉണ്ടാക്കി. ജിഷിനും അക്ബറും തമ്മിലുള്ള വഴക്കിൽ തന്റെ സമയം കുറച്ച് പോയി എന്നൊക്കെയാണ് നൂറ പറയുന്നത്. ടാസ്കിൽ കുറച്ചെങ്കിലും കളിച്ചത് അക്ബറും ജിഷിനുമാണ്. അക്ബറിനൊന്നും ഒരു കോയിൻ കൊടുക്കാൻ നൂറയ്ക്ക് ഒരു താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം എന്തെങ്കിലും ഒരു ഗുണം പിന്നീട് അവർക്ക് കിട്ടിയേനെ എന്ന് ഓർത്തിട്ടാണ്. ടാസ്ക് കഴിഞ്ഞപ്പോൾ പിന്നെ കുറെ പറഞ്ഞപ്പോൾ ജിഷിന് ഒരു കോയിൻ കൊടുത്തു. ബാലൻസ് ഉണ്ടായിരുന്ന കോയിൻ എല്ലാം ബിഗ് ബോസിന് തിരിച്ചു കൊടുത്തു നൂറ. ഇന്നേതായാലും കുളമാക്കി. നാളെയെങ്കിലും നന്നായിട്ട് ഈ ടാസ്ക് കളിച്ചാൽ മതിയായിരുന്നു. ഇതെനിക്ക് ലക്ഷ്മിയും അക്ബറും തമ്മിൽ തർക്കം. അക്ബറിന്റെ സംസാരം കാരണം തനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയില്ലെന്ന് ലക്ഷ്മി. അക്ബർ മോശമായ രീതിയിൽ ഞാൻ നിന്റെ മടിയിലാണ് കയറിയിരുന്നതെന്നുള്ള രീതിയിലുള്ള സംസാരം. വഴക്കിനിടയിൽ ആദിലയും നൂറയും പറ്റി വളരെ മോശമായ രീതിയിൽ കേറ്റാൻ കൊള്ളാത്ത വർഗങ്ങൾ എന്ന രീതിയിൽ. അടുത്തത് ഒരു സർക്കസ് ടാസ്ക് ആയിരുന്നു. ഈ സർക്കസിൽ മേൽനോട്ടക്കാരനായിട്ട് അനീഷ്, കഴുതിയായിട്ട് പ്രവീൺ, നായയായിട്ട് ആര്യൻ, സിംഹമായിട്ട് ജിസൈൽ, ആടായിട്ട് അനുമോൾ, കുരങ്ങനായിട്ട് നെവിൻ, രന ഫാത്തിമ ആനക്കുട്ടിയായിരുന്നു. ഇവരുടെ സർക്കസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെരുപ്പ് ഫാക്ടറിയിലെ ജോലിക്കാർക്ക് അവരുടെ കോയിനുകൾ അവർക്ക് കൊടുക്കാവുന്നതാണ്. അഭിലാഷ് നായയായിട്ട് ആര്യന് ഒരു കോയിൻ കൊടുത്തു. അനീഷ് നല്ല പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇത് കുട്ടികൾക്ക് കാണാവുന്ന ചെറിയൊരു ഷോ പോലെയായിരുന്നു. വലിയ ഗെയിമൊന്നും ഇതിനകത്തില്ല. ഇത് കണ്ട് നൂറിരുന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. നെവിൻ തലയിൽ ഒരു ആപ്പിളൊക്കെ വെച്ച് ബാലൻസ് ചെയ്ത് സൈക്കിൾ ചവിട്ടുന്നുണ്ടായിരുന്നു. ആര്യനായായിട്ട് ഒരു വഴയത്തിനുള്ളിലൂടെ താഴേക്ക് ചാടുന്നു, വെടിയായിട്ട് ചാവുന്നു. ഇങ്ങനത്തെ രംഗങ്ങൾ. വൈകുന്നേരം ആദിലയും അനുമോളും തമ്മിലുള്ള ചെറിയ തല്ലുപിടുത്തം. ലാലേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞപ്പോൾ അത്രനാൾ കൂടെ നിന്ന് എന്നെ ചതിച്ചില്ലെന്ന് അനുമോൾ ആദിലയോട്. പിന്നെ അവരുടെ കുറച്ച് ഡ്രാമകൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികളെ പറ്റി കമന്റ് പറയാമോ? നാളെ സർക്കസ് ഉണ്ടാവുമോ? നാളെ നൂതിലയുടെ ചെരുപ്പ് ഫാക്ടറിയിൽ കൃത്യമായി വർക്ക് നടക്കുമോ?
അതോ അക്ബറും നൂറയും തമ്മിൽ സംഘർഷമുണ്ടാകുമോ? നൂറയുടെ സൂപ്പർ പവറുകൾ നഷ്ടമാകുമോ? എന്തെങ്കിലും ക്ലൂ ബിഗ് ബോസ് ഇവർക്ക് നൽകുമോ? അനുമോൾക്ക് ഇപ്പോൾ 2-3 ദിവസമായിട്ട് വലിയ കണ്ടന്റുകളൊന്നുമില്ല. എല്ലാവരും അനുമോളെ അവോയ്ഡ് ചെയ്യണോ അതോ അനുമോൾ എല്ലാവരിൽ നിന്ന് മാറി നിൽക്കുകയാണോ? നൂറയും ആതിരയും വീണ്ടും കയറി വരുമോ അതോ അവർ പിന്നിലേക്ക് പോകുമോ? എന്താണ് നൂറയുടെ ആതിരയുടെയും ഗെയിം? രണ്ടുപേരും ഒന്നിച്ച് ചർച്ച ചെയ്ത് നിന്നുള്ള മുന്നോട്ടുള്ള പോക്ക് അത് പിന്നീട് ദുഷ്കരമാകും. രണ്ടുപേരും രണ്ടുപേരുടെ രീതിയിലുള്ള ഗെയിം കളിക്കുന്നതായിരിക്കും അവർക്ക് നല്ലത്. അക്ബർ കഴിഞ്ഞ ആഴ്ച തൊട്ട് പതുക്കെ മുന്നേറാൻ തുടങ്ങുന്നു. അക്ബറിന്റെ ഓരോ ഗെയിമും ഇപ്പോൾ വളരെ നല്ലതാണ്. പെരുമാറ്റത്തിനും കുറേയേറെ മാറ്റമുണ്ട്. പക്ഷേ ഇന്ന് ലക്ഷ്മിയോട് പറഞ്ഞ ചില ഡയലോഗുകൾ അതിൽ മോശമാണ്. ടോപ്പ് 5 ആരൊക്കെയാണെന്ന് ഇവിടെ കമന്റ് ചെയ്യാമോ?